ജന്മാദ്യസേതൊന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാ ധാംനാസ്വേന സദാ നിരസ്വകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അമ്മ ആരതൻ്റെ ആ അമ്മ മഹർഷിമാർക്ക് ചില സേവകൾ ചെയ്തു കഴിഞ്ഞുകൂടി. ആ സമയത്ത് അവരുടെ ആ ഉച്ഛിഷ്ട ഭക്ഷണം ബാക്കിയുള്ളത് കഴിച്ചിട്ടും അവരുടെ കൂടെ കഴിഞ്ഞതും കാരണം ഭക്തി ഉണ്ടായി, തനിക്കും ഭക്തി ഉണ്ടായി എന്നാണ്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. സത്സംഗം കൊണ്ടാണ് ഇതൊക്കെ തുടക്കം. സത്സംഗം അതില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭി ഭക്തിപ്രവൃത്ത ആത്മരജസ്തമോപഹ. രജസ്തമോ ഗുണങ്ങളില്ലാതെ ആവിയായി വന്ന് സത്വഗുണത്തിലെത്തിയിട്ട് ഭക്തി ഉണ്ടാവുകയും ചെയ്തു. സത്വഗുണമാണ് ഭക്തി ഉണ്ടാവാൻ പറ്റിയ ഗുണം. അതുകൊണ്ട് രജസ്സും തമസ്സും നമുക്ക് വേണ്ട എന്നല്ല. രജസ്തമോ ഗുണം വേണ്ടിടത്ത് രജോ ഗുണം, തമോ ഗുണം വേണ്ടിടത്ത് തമോ ഗുണം വേണം. പക്ഷേ ഭക്തിക്ക് സത്വഗുണമാണ് വേണ്ടത്. ഇത് മൂന്നും വേണം. ഭക്തിയുടെ ആ ഒരു ഭാവത്തിൽ സത്വഗുണം വർദ്ധിക്കണം. അപ്പോൾ ആ സത്വഗുണം പെട്ടെന്ന് ഉണ്ടാവില്ല, പൊതുവേ ഉണ്ടാവാൻ പ്രയാസമാണ്. വളരെ സാവധാനമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ശരത്ത്, പ്രാവൃട്ട എന്നീ 2 ഋതുക്കളിൽ ഒരു ഋതു എന്ന് പറഞ്ഞാൽ 2 മാസമാണ്. അപ്പോൾ 2 ഋതു എന്ന് പറഞ്ഞാൽ 4 മാസം. ഈ 4 മാസം വേണ്ടി വന്നു അല്പമെങ്കിലും ഭക്തി ഉദിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കുറച്ച് നിമിഷങ്ങളെ കൊണ്ടോ ഉണ്ടായിട്ടില്ല. 4 മാസം കൊണ്ടാണ് ഭക്തി ഉദിച്ചിട്ടേ ഉള്ളൂ, വർദ്ധിച്ചിട്ടില്ല. ആ തുടങ്ങാനടക്കം 4 മാസത്തെ നിരന്തരമായ ഈശ്വരശ്രവണം വേണമെങ്കിൽ സത്വഗുണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് വരുന്നു. ഇനി തുടർന്ന് പറയണ തസ്സേവം മേ അനുരക്തസ്യ പ്രസിദ്ധസ്യ കഥൈന സ ശ്രദ്ധദാനസ്യ ബാലസ്യാദാന്തസ്യാനുചരസ്യ ച. പ്രകാരം അനുരക്തനും അനുരക്തസ്യ ആരിൽ ഭഗവാനിൽ അനുരക്തനായിരിക്കുന്ന എനിക്ക് പ്രശ്രിതസ്യ വിനയമുള്ളവനും ഹതൈനസ പാപം നശിച്ചവനും ശ്രദ്ധദാനസ്യ ശ്രദ്ധയുള്ളവനും ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനും അതാണ് ദാന്തസ്യ അനുചരസ്യ ഇവരുടെ പിന്നാലെ നടക്കുന്നവനും ബാലസ്യ ബാലനും ആയ ആ എൻ്റെ പേരിൽ കൃപയോടുകൂടിയ വാത്സല്യമുള്ള അവർ. ഇതൊക്കെ നാരദൻ്റെ വിശേഷണങ്ങളാണ്. അങ്ങനെയുള്ളതായ എന്നിൽ നോക്കാണ് കാര്യം. എങ്ങനത്തെ എന്നിൽ നിന്ന് കുറച്ച് പറഞ്ഞു. അനുരക്തസ്യ ഭക്തൻ, ഈശ്വരനിൽ അനുരക്തനാവുക. പ്രശ്രിതസ്യ വിനയം ഉണ്ടാവുക. ഹതൈനസ പാപമില്ലാത്തവനാവുക. ഇതൊക്കെ ഭക്തിക്ക് ഇതൊക്കെ വേണം. ഭക്തി പൊതുവേ എല്ലാവർക്കും എളുപ്പമുണ്ടാക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും അതിന് ചിലപ്പോൾ ശരിക്കും തോന്നുന്നത് അങ്ങനെയല്ല കേട്ടോ. ഭക്തി എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഗതിയൊന്നും അല്ലത്. സാധാരണക്കാർക്ക് മറ്റ് മാർഗത്തേക്കാൾ ഭേദം അത്രയേ ഉള്ളൂ. കർമ്മയോഗവും ജ്ഞാനയോഗവും താരതമ്യം ചെയ്യുമ്പോൾ ഭേദം എന്നല്ലാണ്ട് ഭക്തിയോഗം ഇപ്പോൾ അങ്ങാടി മരുന്ന് പോലെ സുലഭമൊന്നുമല്ല. എത്ര ആൾക്ക് ശരിക്കുള്ള ഭക്തിയുണ്ട് ഓർത്താൽ മതി. ശരിക്കുള്ളതെന്ന് അണ്ടർലൈൻ ചെയ്യണം. അഞ്ഞമുണ്ട് പുതച്ചതുകൊണ്ടോ ശബരിമലയ്ക്ക് പോയതുകൊണ്ടോ ഗുരുവായൂർ തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ ഭക്തനാവില്ല. അതൊക്കെ ഭക്തിയെ ചിലപ്പോൾ സഹായിച്ചേക്കാം, അത്രയേ ഉള്ളൂ. ഭക്തിയുടെ ചില അംഗങ്ങൾ അത്രയേ ഉള്ളൂ. അവിടെ പറഞ്ഞു അനുരക്തസ്യ പ്രശ്രിതസ്യ അതൈനസ പാപം നശിച്ചവനും. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പാപമുള്ളവർക്കൊന്നും ഭക്തനാവാൻ സാധിക്കില്ല. ഭക്തി എന്ന വികാരം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒക്കെ അത്രയും വലിയൊരു തലമാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പാപം നശിച്ചവനും ശ്രദ്ധദാനസ്യ ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക. ഒരാൾ പറഞ്ഞാൽ അന്ന് കേട്ടള എന്ന് തോന്നുക,
അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആസ്വദിക്കുക. അതൊക്കെ ഭാഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ. ശ്രദ്ധദാനസ്യ ദാന്തസ്യ അതിലും വിഷമാണ്. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ചെയ്യണം, ഇന്ദ്രിയങ്ങളെ അടങ്ങണം. കണ്ണൊരു പുറത്തേക്ക് വലിക്കുക, മൂക്കൊരു പുറത്തേക്ക് വലിക്കുക, നാവൊരു പുറത്തേക്ക് വലിക്കുക, അതൊക്കെ നിൽക്കും കുറേ കഴിഞ്ഞാൽ. ശരഭാവത്തിലാവുമ്പോൾ ഇപ്പോൾ 7 ദിവസം നമുക്ക് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ? ഒന്നുമില്ല. 12 പോർഷൻ കഴിഞ്ഞാൽ ഊണയിക്കണ ചിന്ത പോലും ഉള്ളൂ. ഒരു ഇന്ദ്രിയങ്ങളിലും നമുക്ക് എന്ത് തോന്നുന്നില്ല, വലിവ് നമ്മളെ വലിച്ച് കൊണ്ടുപോകാനുള്ള ഭീഷണിയില്ല. ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനും ദാന്തസ്യ അനുചരസ്യ അവരുടെ പിന്നാലെ നടക്കുന്നവനും ചാരീത് മണക്കും എന്ന് പറയും നമ്മളില്ലേ. നല്ല ആൾക്കാരുടെ കൂടെ നടന്നാൽ നല്ലത് കിട്ടും, ചീത്ത ആൾക്കാരുടെ കൂടെ നടന്നാലോ അതായിരിക്കും കിട്ടുക. അപ്പോൾ അവരുടെ കൂടെ നടക്കുന്നതിന് അനുചരസ്യ. പിന്നെ ബാലസ്യ കുട്ടിയാണ് താനും. അങ്ങനെയുള്ള എന്നിൽ ഒക്കെ വിശേഷണം. പക്ഷേ ആ വിശേഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും എപ്പോഴും സുലഭമായി കിട്ടുന്നതല്ല. അതുകൊണ്ട് ഭക്തി ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് എനിക്ക് ഭക്തി ഉണ്ടായി. എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്തു? തസ്യമേ കൃപയാ ദീനവത്സല എന്നിൽ വാത്സല്യമുള്ള അവർ, പൊതുവേ ദുഃഖിതന്മാരോട് വാത്സല്യമുള്ള അവർ ഗമിഷ്യന്ത പോകാൻ ഭാവിച്ചവരായിട്ട് സാക്ഷാൽ ഭഗവത ശ്രീനാരായണനാൽ തന്നെ പറയപ്പെട്ടതായ ഗുഹ്യതമം ജ്ഞാനത്തെ ഉപദേശിച്ചു. വലിയ ഭാഗ്യം. നല്ല യോഗ്യതയുള്ളവരിലിരുന്ന് നല്ല ഉപദേശങ്ങൾ കിട്ടാൻ തന്നെ ഒരു ഭാഗ്യം വേണം. അല്ലാത്തവർക്ക് തരാവില്ല, അതിനുള്ള സന്ദർഭം വന്നു ചേരില്ല. അപ്പോൾ സാക്ഷാൽ ശ്രീനാരായണൻ പറയപ്പെട്ട ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം, നമ്മുടെ എല്ലാവിധ അറിവും പുറപ്പെട്ടത് ഈശ്വരനിൽ നിന്നാണ്. ചതുശ്ലോകി ഭാഗവതം ഈശ്വരനാണ്, നാരായണനാണ്, വിഷ്ണുവാണ്. ആർക്ക് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ ജ്ഞാനത്തിനും ഉറവിടം ശ്രീനാരായണനിൽ നിന്നാണ്. അതെന്താ ചോദിച്ചാൽ ലോകം സത്യമല്ല, ഈശ്വരൻ മാത്രമാണ് സത്യം. അത്രയേ ഉള്ളൂ. അതിനെ ഇങ്ങോട്ട് വലുതാക്കുകയാണ് ഈ 17,000 ശ്ലോകം. അപ്പം ആ ജ്ഞാനം എനിക്ക് ഇവരും പറഞ്ഞു തന്നു. അത് വിഷ്ണുവിൽ മാത്രം ഒതുങ്ങി നിൽക്കണില്ല, ബ്രഹ്മാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, നാരദനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിങ്ങനെ പരമ്പരയായിട്ട് ഭാഗ്യം ഉള്ള ശിഷ്യന്മാർക്ക് ഈശ്വരൻ കൊണ്ടേ കൊടുത്ത ഗുരുനാഥന്മാരിൽ നിന്നും ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. എത്ര നിമിഷങ്ങൾ അതിൽ നമ്മൾ നിൽക്കുന്നു, അത്രയും കാലം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ആ പരമസുഖം ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയ അവസ്ഥ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞു. ആ സമയത്തേ ഉള്ളൂ. അത് നിലനിർത്താൻ കഴിയണം എന്നാണ് പറയേണ്ടത് അറിവുള്ളവർ. അപ്പോൾ സാക്ഷാൽ ശ്രീനാരായണനാൽ പറയപ്പെട്ടതായ ജ്ഞാനം, എന്ത് ബ്രഹ്മതത്വം ജഗന്മിഥ്യ, ആ പരമമായിട്ടുള്ള സത്യം, ഗുഹ്യമായ സത്യം എനിക്കും ഈ മഹാന്മാർ ഉപദേശിച്ച് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറയാണ്. തസ്യൈവമ്മേ അനുരക്തസ്ക വിശേഷണമാണ്. അനുരക്തസ്യ പ്രശ്രിതസ്യ കഥൈനസ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ച അങ്ങനെയുള്ളതായിരിക്കുന്ന എന്നിൽ ജ്ഞാനംഗുഹ്യതമം എത്തൽ സാക്ഷാൽ ഭഗവതോദിതം. സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ശ്രീനാരായണൻ പണ്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതായ അല്ലെങ്കിൽ നാരായണനിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാന സംഹിത എനിക്ക് ഉപദേശിച്ചു. അന്യവോചൻ ഗമിഷ്യന്ത കൃപയാദീനവത്സല. ഇങ്ങനെ ഓരോ വാക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവില്ല. 7 ദിവസം കൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് ഈ മാതിരിയൊക്കെ ആകുമ്പോൾ ഒരു സ്കന്ധം പോയിട്ട് ഒരു അധ്യായം കൂടി ഒരു ദിവസം കൊണ്ട് തീരാൻ പറ്റില്ല. അത്രയധികം പറയാനുള്ള വാക്കുകളാണ് ശ്രീമദ് ഭാഗവതം. നമ്മളെങ്ങനെയൊക്കെയോ 7 ദിവസത്തൊന്നും നമ്മൾ വിസ്തരിക്കുമോ? ഇതൊന്നും പറയില്ല. നാരദൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു പറഞ്ഞാണ്ട് വിടുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഊഴാണോ പാതുസ്വാദു പദേ പദേ ഓരോ പദത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സുഖം വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഭാഗവത ആസ്വാദനം യഥാർത്ഥത്തിലുണ്ടാവണം. ശരിക്കും പറയാച്ചാൽ അങ്ങനെയൊക്കെ പഠിക്കണത്. അപ്പോഴേ നമുക്ക് ആസ്വദിച്ചിട്ട് വായിക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ഓട്ടപ്രദക്ഷിണായ ഓട്ടേനേ ആവുള്ളൂ. ഇനി അടുത്തത് പറയണം. ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേതസ മായാനുഭാവമവിധം ഏന ഗച്ഛന്തി തത്പദം. യാതൊന്നിൽ തന്നെ ഏന ഏവ അഹം ഞാൻ ഭഗവത
ലോകസൃഷ്ടാവായിരിക്കുന്ന വാസുദേവൻ്റെ മായാവൈഭവത്തെ അറിഞ്ഞു. നമ്മളൊന്നും മായാവൈഭവത്തെ അറിയണില്ല. ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരുന്ന മായാവൈഭവത്തെ അറിയാത്തവരാ. ഇതൊക്കെ മായയാണെന്ന് മനസ്സിലായാലോ മായാവൈഭവത്തെ അറിഞ്ഞു. അപ്പം ലോകസൃഷ്ടാവ് എന്ന് വേദാവ്, ഈശ്വരനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മായാവൈഭവം വാസുദേവസ്യ വേദസ, വേദാവാവുന്ന വേദാവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ലോകസൃഷ്ടാവ് എന്നുള്ള അർത്ഥമാണ്. ആ ഭഗവാന്റെ മായാവൈഭവത്തെ അറിഞ്ഞു. ഇത്ര ആളുകളാണതിൽ കുടുങ്ങി ദുഃഖിക്കണം എൻ്റെ ഈശ്വര എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ മനസ്സിലായി എനിക്ക്. അപ്പോഴോ തത്പദം ഗച്ഛന്തി, ആ ഈശ്വരപദത്തിലേക്ക് ഇതാ പോകുന്ന മാർഗത്തിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണ് ചില ശരീരം ഉള്ളിടത്തോളം പറ്റില്ല, ശരീരം വെടിയണമല്ലോ. അവിടേക്കുള്ള യാത്രാമധ്യത്തിലാണ് ഞാനിപ്പോൾ. അത് സുഖമായിട്ടുള്ള ഒരു യാത്രയാണ്. നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുള്ള യാത്ര എല്ലാവർക്കും സുഖമാവും അല്ലേ. നല്ലൊരു ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കണ്ടത്. ചലി ഇപ്പോൾ മായാനുഭാവവിധം, ആ മായാപ്രഭാവത്തെ അറിഞ്ഞ് ഏനഗച്ഛന്തി തത്പദം, ആ പദത്തിലേക്ക് ഇതാ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഈ ശരീരം പതിക്കുമോ തീർച്ചയായിട്ടും ഇനി ജന്മമില്ല. ഈശ്വരൻ തന്നെ ചിന്തിച്ചിട്ട് ശരീരം വെടിഞ്ഞ് അവർക്കുണ്ടോ ജന്മം? ഈ പ്രപഞ്ചത്തിലത്തെ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടതുകൊണ്ട് ഞാൻ ആ തേന ഗച്ഛന്തി തത്പദം, ആ മായാഭാവം അറിഞ്ഞിട്ടിതാ ആ പദത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഏതത് സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ഇവിടെ പറയാണ് ഈശ്വരേ, ഈശ്വരനിൽ, ഭഗവതി ഭഗവാനുമായ, നിയന്താതാവും ഭഗവാനും ആയ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആ അർത്ഥമാണ് ഈശ്വരൻ എന്ന വാക്കിന് ഉള്ളത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം എന്ന് നാരായണത്തിൽ പറഞ്ഞ ശങ്കരാദി ദൈവങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്, അത്ര വിഷ്ണുവാണ്. അപ്പം മറ്റുള്ളവരെ നിയന്ത്രിക്കുക, ടു കൺട്രോൾ എന്നുള്ള അർത്ഥമാണ് ഈശ്വരൻ എന്ന വാക്കിനർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നിയന്താതാവ് എന്നൊരർത്ഥമുണ്ട്. നിയന്താതാവും ഭഗവാനും ആയ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ ഭാവിതം സമർപ്പിക്കപ്പെടുന്ന കർമ്മം ഏതൊന്നോ അത് ബ്രഹ്മൻ 3 താപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ താപങ്ങളെ നശിപ്പിക്കുന്നതാണ്. പണ്ടുള്ളവരപ്പോൾ എത്ര ഷോർട്ട് കട്ടാണ് കണ്ടെത്തിയിരിക്കണം എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ. ലോകം മുഴുവനെ ഓടി നടന്ന് ശസ്ത്രപരിഹാരം കണ്ട ഒടുവിൽ ഹാർട്ട് അറ്റാക്കായി മരിക്കുകയല്ല പണ്ടുള്ളവർ ചെയ്തത്. പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തു ചെയ്യണം? അതൊക്കെ നമ്മൾ നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാക്കണം. അല്ലാണ്ട് ഇതൊക്കെ പരിഹരിച്ചു കൊണ്ട് സുഖം കിട്ടാൻ ജീവിതത്തിൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം ആ ഒരു തിരിച്ചറിവുണ്ടായിട്ടാണ് പണ്ട് ഒരു ഷോർട്ട് കട്ട് എടുത്തത്. അതാണ് ഇവിടെ താപത്രയ ചികിത്സിതം, 3 ദുഃഖത്തെയും ഒറ്റടിക്കില്ലാണ്ടാക്കാനുള്ള വിദ്യയാണ് പണ്ട് പഠിച്ചത്. ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ. ദുഃഖങ്ങൾ നമുക്ക് പലതും ഉണ്ടാവണതൊക്കെ അവിടെ നിർത്തി ആദ്യം വേണ്ടത് എന്താ? നല്ലൊരു മനസ്സുണ്ടാവുക. അതിനുള്ള വഴിയാണ് പണ്ടുള്ളവർ കണ്ടെത്തിയതേ. അവിടേക്ക് ആരെങ്കിലും എത്തണുണ്ടോയെന്ന് അവിടേക്ക് എത്തണില്ല. എന്തൊക്കെയോ കിട്ടിയാൽ സുഖം ഉണ്ടാവും എന്നാണ് നമ്മുടെ വിചാരം. ഉണ്ടാവില്ല. എന്ത് കിട്ടിയിട്ടല്ല ഈ സുഖം ഉണ്ടാവണത്, നമ്മുടെ ഉള്ളിൽ തന്നെ സുഖം. അപ്പം അത് കണ്ടെത്താനുള്ള വിദ്യ പണ്ട് പഠിച്ചത്. എന്നിട്ടാവട്ടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുക്കാം, ഫയലെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ മനസ്സിൽ ഉള്ള സന്തോഷത്തെ നമ്മൾ കണ്ടെത്തുക എന്ന ഒരു മഹാദൗത്യം നമുക്കുണ്ട്. താപത്രയ ചികിത്സിതം ഏതത് സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ആ ഭഗവാനെ തന്നെ മനസ്സുറപ്പിക്കുമ്പോഴാണ് എല്ലാവരുടെ ദുഃഖങ്ങളും നശിക്കുക. മറ്റൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ചെയ്യണമല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എന്നല്ലാണ്ട് അതിൽ നിന്ന് സുഖം കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. സുഖം കിട്ടി കഴിഞ്ഞിരിക്കണം. ഇനി എന്തിനാ കിട്ടണം? കിട്ടിയത് പിന്നെ കിട്ടേണ്ട ആവശ്യമുണ്ടോ? അതിനല്ല ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ചെയ്യാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു വസ്തു നമുക്ക് കിട്ടി, വിലപിടിച്ച വസ്തു, ഇഷ്ടപ്പെട്ടൊരു വസ്തു തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കിട്ടി. നമ്മുടെ വീട് പാലക്കാട് വെച്ചാൽ നമുക്ക് പാലക്കാട് എത്താണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ലക്ഷ്യം കിട്ടി കഴിഞ്ഞിരിക്കണു. അത് വെച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. മനസ്സിൽ ആകാംക്ഷയില്ല, പ്രതീക്ഷയില്ല, നിരാശയില്ല, ആശയില്ല. കാരണം കിട്ടേണ്ട വലിയൊരു സംഗതി ഇതാ കിട്ടിയിരിക്കണു. മുഖ്യമന്ത്രി എന്നുള്ള അവാർഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ സംഗതി
നമ്മൾ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിക്കോട്ടെ, എക്സോ വൈയോ കിട്ടി, അപ്പോഴുള്ളൊരു യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ നമുക്കൊരു സുഖം ഉണ്ടാവും. അതിനത് ആ ലക്ഷ്യമോ നിരാശയോ ആശയോ ആകാംക്ഷയോ ദുഃഖമോ ഒന്നുമല്ല, പൂർണ്ണ സംതൃപ്തി ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക, സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യണം. അതുകൊണ്ട് എന്തുണ്ട്? കർമ്മബ്രഹ്മണി ഭാവിതം, 3 ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി ഇനി ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ട്, അവിടേക്ക് എത്തണം. അവിടേക്ക് സുഖമായി ആകാംക്ഷകളൊന്നും ഇല്ലാണ്ട് താപത്രയ ചികിത്സിതം, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെ ചികിത്സിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണു. ഞാനിതാ സുഖമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടേക്ക് എത്താൻ പറ്റും. ഇതിപ്പോൾ നാരദന് മാത്രമുള്ളതൊന്നുമല്ല, എല്ലാവർക്കും ഈ അവസ്ഥയിലേക്ക് എത്തുക. അതിനാണ് പണ്ടുള്ളൊരു മാർഗം പറഞ്ഞു വെച്ചത്. ആമയോ യച്ച ഭൂതാനാം ജായതേ ഏന സുവ്രത തദേവ ക്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. അവിടെ പറയുകയാണ്, സുവ്രത എന്ന് വിളിക്കുകയാണ്. സുവ്രത സംബോധന, നല്ല വ്രതത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാസ, അങ്ങ് സുവ്രതനാണ്. ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയല്ലോ. ഏന ഭൂതാനാം യ ആമയാ ജായതേ, മനുഷ്യന് വിശേഷിച്ചും രോഗങ്ങൾ കൂടും. എല്ലാ ജീവികൾക്കും ഉണ്ട്, മൃഗങ്ങൾക്ക് രോഗമുണ്ടല്ലോ, കുളമ്പ് രോഗം മുതലായിട്ടതൊക്കെ പല കൂട്ടർക്കും രോഗങ്ങൾ. ഏറ്റവും കൂടുതൽ മനുഷ്യനാണെന്നാണ്. കാരണം അവന് ഈ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന രോഗം മനുഷ്യനായിരുന്നു. അത് മറ്റ് ജീവികൾക്കില്ല, ശരീരം കൊണ്ടുള്ള രോഗം മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് രോഗം ഉണ്ടാക്കണ ഏക ജന്തു ലോകത്തിൽ മനുഷ്യനാണ്, വേറെ ആരുമില്ല. അപ്പം എന്തായാലും ആ രോഗത്തെ പറ്റി ഇവിടെ പറയണം. തത് ദ്രവ്യം ഏവ, ആ ദ്രവ്യം തന്നെ രോഗത്തെ തീർത്ത് ശുദ്ധമാക്കുന്നില്ല. പിന്നെയോ മരുന്ന് കൊണ്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു. ആ പദാർത്ഥത്തെ നിലയിൽ തന്നെ വീണ്ടും സേവിച്ചാൽ രോഗം അധികരിക്കുകയല്ലാതെ രോഗം മാറുമോ? ഗ്യാസ് ഉള്ള ഒരാൾക്ക് ഗ്യാസ് ഉണ്ടായി, ഉരുളക്കിഴങ്ങാണ് ഗ്യാസിന് കാരണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് തന്നെ കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ഗ്യാസ് അത്രത്തോളം കൂടും ഇല്ലേ? ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഗ്യാസ് ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കണവരുടെ കാര്യമാണ് പറഞ്ഞത്. അതിങ്ങനെ ധാരാളം കഴിച്ചാൽ അത് കൂടെയുള്ളൂ എന്ന പോലെ ഇവിടെ ഉപമയാണ്. അതേ നെയ്യോട് കൂടെ ചില ഔഷധങ്ങൾ അരച്ച് ചേർത്തി കാച്ചി അരച്ച് നമ്മൾ കഴിച്ചാലോ അത് ചിലപ്പോൾ രോഗത്തിന് ശമനത്തിന് കാരണമാവുകയും ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, രോഗത്തിന് കാരണമായത് തന്നെ ചിലപ്പോൾ രോഗത്തിന് പരിഹാരവും ആവും. ഇപ്പം നെയ്യ് പറ്റാത്ത ഒരാൾക്ക് നെയ്യ് മരുന്നിൻ്റെയും ഔഷധക്കൂട്ടുകളും ചേർത്താൽ ചിലപ്പോൾ അത് ചികിത്സാവിധിയായിട്ട് മാറാറുണ്ട്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞത് എന്നർത്ഥം. ശുദ്ധമാക്കുന്നു. ആമയോയച്ച ഭൂതാനാഞ്ചായത് ഏന സുവ്രത, രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അതേ ദ്രവ്യം തന്നെ ചികിത്സിക്കാനായിക്കൊണ്ടും വൈദ്യന്മാർ എന്താ പറയുക വിധിക്കാറുണ്ട്. അതുപോലെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഭൂതങ്ങൾക്ക് രോഗം ജനിക്കുന്നത് പോലെ ആ ദ്രവ്യം തന്നെ തീർത്ത് ശുദ്ധമാക്കുന്നില്ല, ചികിത്സ ചെയ്യുന്നതായിട്ടും ശുദ്ധമാക്കുന്നു. അതുപോലെ ആ ഈശ്വര മാർഗങ്ങൾ, അതായത് പ്രപഞ്ചത്തിലുള്ള ഈ കർമ്മങ്ങൾ നമുക്ക് ഈശ്വരഭാവത്തിൽ ചെയ്യുമ്പോൾ ദുഃഖം ഉണ്ടാക്കണില്ല. അതേ കർമ്മം തന്നെ ഈശ്വരകാര്യത്തിൽ അധിഷ്ഠിതമല്ലെങ്കിലും അത് ദുഃഖകരമാവണു. ഒരേ കർമ്മം തന്നെ, കർമ്മം വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നല്ലൊരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണു. ഒരു ഈശ്വരവാദിയും ഈശ്വരവാദി അല്ലാത്തതും തമ്മിൽ എന്താ വ്യത്യാസം? അവനും കർമ്മം ചെയ്യണം, ഇവനും കർമ്മം ചെയ്യണം, പിന്നെന്താ വ്യത്യാസം? കർമ്മം ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇവൻ ചെയ്യണ വിധവും അവൻ ചെയ്യണ വിധവും വ്യത്യാസമുണ്ട്. അവിടെയാണ് ഈശ്വരന് തന്നെ സമർപ്പിതമായിട്ടുള്ള മനസ്സുള്ളവൻ ഈ കർമ്മങ്ങൾ അവന് സുഖമായിട്ട് ഭവിക്കണം. ഇതേ കർമ്മങ്ങൾ ഈശ്വര ചിന്ത ഇല്ലാത്തവർക്ക് ദുഃഖമായിട്ട് ഭവിക്കണം. അതാണ് ഉത്തരം. അവരും ചെയ്യേണ്ട കർമ്മം ഇവരും ചെയ്യേണ്ട കർമ്മം ഒരേപോലെ, പക്ഷെ അത് പുറത്തേക്കേ ഉള്ളൂ ഒരുപോലെ, ഉള്ളിൽ നല്ലൊരു മാറ്റം അവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഈശ്വരന് സമർപ്പിതമായിട്ട് കർമ്മം ചെയ്യുന്നവൻ
ഈശ്വരന് സമർപ്പിതമല്ലാതെ കർമ്മം ചെയ്യുന്നവനെ പോലെ ഒരിക്കലും അല്ല. വളരെ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസൃതി ഹേതവ ത ഏവ ആത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാപരേ. എല്ലാ പ്രവൃത്തികളും ഈ പുണ്യപാപങ്ങളാൽ രൂപങ്ങൾ കലർന്നതാണ് എന്നിരിക്കെ അത് പൂർണ്ണമായിട്ടും ദുഃഖവിമുക്തം ആവില്ല. സർവേശ്വരനായിരിക്കുന്ന ഈശ്വര സമർപ്പണ ബുദ്ധിയോടുകൂടിയിട്ട് ചെയ്യുമ്പോഴേ ആ കർമ്മങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. അതിനെ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഏവം നൃണാം ക്രിയായോഗ, പ്രകാരം ക്രിയകൾ കർമ്മങ്ങൾ ചെയ്തനുഷ്ഠിക്കുന്നു. ക്രിയായോഗം നമ്മുടെ കർമാനുഷ്ഠാന പദ്ധതിയിൽ മനുഷ്യർക്ക് സംസാരത്തെ ജനിപ്പിക്കുന്നവയാണ്. സർവകർമ്മങ്ങളും സംസാരത്തെ ജനിപ്പിക്കുന്നവയാണ്. സംസൃതി ഹേതവ ത ഏവം, ആ കർമ്മം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പരേ കൽപ്പിതാഹ, ഈശ്വരനിൽ കൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആത്മവിനാശായ, തങ്ങളുടെ ആ കർമ്മത്തിൻ്റെ നാശത്തിനായിക്കൊണ്ട് കർമ്മ ദുഃഖങ്ങൾ നശിക്കുന്നതിനായിട്ട് ഭവിക്കണം. കർമ്മങ്ങൾ നിമിത്തം നമുക്ക് ടെൻഷൻ, ദുഃഖം ഉണ്ടാവും. അതില്ലാണ്ടാവും എങ്ങനെയായാൽ. അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അവിടെ കർമ്മം ചെയ്യുന്നവനും ഭക്തനാണെങ്കിലും ഭക്തനല്ലെങ്കിലും പുറത്തേക്കുള്ള കർമ്മം അവനൊരുപോലെയാണ്. പക്ഷേ ഉള്ളിൽ വലുതായ വ്യത്യാസമുണ്ട്. സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനവന് ദുഃഖങ്ങളില്ല. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസൃതി ഏതവ ത ഏവ ആത്മവിനാശായ, ആത്മവിനാശായ കർമ്മവാസനകളെ കൊണ്ടുള്ള ദോഷനാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആത്മ എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥമല്ല ഉള്ളൂ. നമ്മൾ ആത്മാവ് എന്ന് മനസ്സിലാക്കുക, അതല്ല. ആ ശരീരം എന്നൊരർത്ഥമുണ്ട്, വളരെ വ്യത്യസ്തമായിട്ട് അർത്ഥം. ആത്മാവ് എന്ന് പറഞ്ഞാൽ ശരീരം അല്ല സ്വതവേ. പക്ഷെ ചില സമയത്ത് ആത്മാവിന് ശരീരം എന്നർത്ഥം വരും. ചില സ്ഥലത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ അല്ല ഹത്യ ചെയ്യുന്നത്. ആത്മാവിനെ കൊല്ലാൻ പറ്റുമോ? നമ്മൾ സ്വയം മരിക്കുന്നു, ശരീരത്തെയാണ് ഇല്ലാണ്ടാക്കുന്നത്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആത്മാവുമായിട്ട് ബന്ധമില്ല ആ വാക്കിന്. ഉണ്ടോ? ആത്മാവിനെ പ്രശംസിക്കാറുണ്ടോ ആരെങ്കിലും? നമ്മുടെ പുറമേയുള്ള വ്യക്തിത്വത്തെയാണ് പ്രശംസിക്കുന്നത്. സ്വയം ഒരാളെ പ്രശംസിക്കണം. അയാളുടെ ബാഹ്യഭാവങ്ങളെയാണ് പ്രശംസിക്കുന്നത്. ഞാൻ കേമനാണ്, സാഹിത്യകാരനാണ്, വൈയാകരണനാണ്, ചിത്രകാരനാണ്, അല്ലാണ്ട് എൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? ആത്മാവല്ല. അപ്പോൾ ഇവിടെ ആത്മവിനാശായ എന്ന് പറഞ്ഞു. സ്വയം നാശമായിട്ട് ഭവിക്കണു എന്നെടുത്താൽ മഹാ തെറ്റായ അർത്ഥമാവില്ലേ? സ്വയം നാശം എന്നല്ല അർത്ഥം. കർമ്മ നിമിത്തമുള്ള ദുഃഖനാശം എന്നാണ് അർത്ഥം. കർമ്മം നിമിത്തമുള്ള ദുഃഖനാശം, കർമ്മം കൊണ്ടുണ്ടാകുന്ന ദുഃഖം നശിക്കുന്നു. സ ഏവ ആത്മവിനാശായ, അത് വേണ്ട വിനാശമാണ് കേട്ടോ. ചീത്ത, ദുഃഖം, അശുഭം ഒക്കെ നശിക്കുകയല്ലേ വേണ്ട. നല്ലതുണ്ടാവണം, ചീത്ത നശിക്കണം. അപ്പോൾ ഇവിടെ ആത്മവിനാശായ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വയം ഉള്ള കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള ദുഃഖം എന്നൊക്കെ അവിടെ അണ്ടർസ്റ്റുഡാണ്, അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. തങ്ങളുടെ കർമ്മവിനാശത്തിന് അത് ഈശ്വരാർപ്പണം നമുക്ക് വഴി തെളിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനിത്ര പ്രാധാന്യം നമുക്ക് തോന്നുന്നത്. രാവിലെ എണീറ്റ് ഒരു വിളക്കൊക്കെ കൊളുത്തി ജീവിതം ആരംഭിച്ചു, കുളിച്ചു, കുറച്ച് ഈശ്വര കാര്യങ്ങൾ ചെയ്തു. സമയം കിട്ടുമ്പോൾ പല മാസങ്ങളിൽ പല ആചരണങ്ങൾ നമ്മൾ ചെയ്യുന്നു. നവരാത്രിയായിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ സൈഡ് ബൈ സൈഡായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. എല്ലാ കാലങ്ങളിലും കർക്കിടകത്തിൽ രാമായണമായി, നവരാത്രിക്ക് ദേവി ഭജനായി, വൈശാഖത്തിൽ അങ്ങൻ്റെ പ്രാധാന്യമായി, ഇടയ്ക്ക് തീർത്ഥയാത്രയായി. എല്ലായ്പ്പോഴും അത് ഈ പോവുക അല്ലെങ്കിൽ യാത്ര, അത് നമുക്ക് ശരീരത്തിനും മനസ്സിനും വേണ്ടൊരു കാര്യമാണ്, വേണ്ടാത്തൊരു കാര്യമില്ല. അപ്പോൾ എവിടേക്ക് പോകണം? അതും ഈശ്വര പ്രാധാന്യം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ വിനോദമാവട്ടെ അതടക്കം ഉല്ലസിക്കണം. ക്ഷേത്രത്തിൽ പോവുക, അവിടെ നടക്കുന്ന കാര്യങ്ങളോ ശാക്യാരൂത്ത കഥകളി, അതും ഈശ്വരപരമായി. അതാണ് സർവകർമ്മ ഈശ്വര സമർപ്പണം. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈശ്വരനെയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം തന്നെ പണ്ട് ചിട്ടപ്പെടുത്തി കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് കർമ്മത്തെ നശിപ്പിക്കാൻ അവ സമർത്ഥങ്ങളാണ്. കർമ്മഫലങ്ങൾ എന്ന് പറയാം, കർമ്മത്തെയല്ല, കർമ്മം കൊണ്ടുണ്ടാകുന്ന ദോഷാംശങ്ങൾ ഇല്ലാവാതെ ഇരിക്കണം, മനസ്സ് ശുദ്ധാവണമെന്ന് ചുരുക്കം. യതത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം എത്തത് അധീനം കി ഭക്തിയോഗ സമന്വിതം. അവിടെ പറയണം, ഇവിടെ ഭഗവാനെ പ്രീതിക്കായിക്കൊണ്ട് ഏതൊരു കർമ്മം ചെയ്യപ്പെടുന്നുവോ അതാണ്. എന്തിനായിട്ട്? അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈശ്വരപ്രീതിക്കായിക്കൊണ്ട്. ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളെ ചതിക്കാനോ ഒരാളെ കൊല്ലാനോ ഒന്നും പറ്റില്ല. പരിതോഷണം, ഭഗവത് പ്രീതിയുള്ള കർമ്മങ്ങൾ എവിടെ ചെയ്യപ്പെടുന്നുവോ ഭക്തിയോഗ സമന്വിതം, ഭക്തിയോഗത്തോട് കൂടിയതായ അതിനധീനമാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്താൽ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ദോഷം ഉണ്ടാവില്ല. അജ്ഞാനത്താൽ ചെയ്യപ്പെടുന്ന കർമ്മം ദോഷമുണ്ടാക്കുന്ന സംഗതി അത് ജ്ഞാനം കൊണ്ട് ഉള്ള കർമാനുഷ്ഠാനം ചെയ്യുന്നവനുണ്ടാവില്ല. ജ്ഞാനം എങ്ങനെയുണ്ടാവും? ഭക്തിയോഗം കൊണ്ട് ഉണ്ടാവും. ഇതാണ് സമ്പ്രദായം. അപ്പോൾ കർമ്മം കൊണ്ട് കർമ്മനാശം എങ്ങനെയുണ്ടാവും എന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. കർമ്മം നമുക്ക് ബന്ധകരമാണ് എന്ന് പറഞ്ഞാൽ ആ കർമ്മം വാസന ഇല്ലാണ്ടേ ആവണം. കർമ്മം അനുഷ്ഠിച്ചാൽ ആ കർമ്മം കൂടുതലേ ചെയ്യുക എന്നാണെങ്കിൽ അങ്ങനെയല്ല. ഈശ്വരാർപ്പണമായിട്ടുള്ള കർമാനുഷ്ഠാനം കർമ്മത്തെ നശിപ്പിക്കും. കർമ്മത്തെ നശിപ്പിക്കുന്ന കർമ്മം കൊണ്ടുള്ള ദൂഷ്യഫലം ആണ് ഉദ്ദേശിക്കുന്നത്. കർമ്മം ഒന്നും നമ്മളെ ചെയ്യില്ല, അതുകൊണ്ടുള്ള ദൂഷ്യഫലമാണ് നമുക്ക് ദോഷമായിട്ട് പരിണമിക്കുന്നത്. ആ ദൂഷ്യഫലം മനസ്സിൽ അടിഞ്ഞുകൂടുകയാണ്. ഈ ജന്മത്തെ കർമ്മാവാം കഴിഞ്ഞ ജന്മത്തെ കർമ്മാവാം ഇതിങ്ങനെ അടിഞ്ഞുകൂടി നമുക്ക് വലിയ ദോഷമായിട്ട് പരിണമിക്കും. ആ കർമ്മദോഷ അടിഞ്ഞുകൂടൽ ഇല്ലാതാവും. അതാത് കർമ്മങ്ങൾ അതാത് സമയത്ത് ചെയ്തതോടുകൂടി തന്നെ ഇങ്ങനെ ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? ബന്ധം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കർമ്മബന്ധത്തെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ കർമ്മം ചെയ്തു പോവുക. അതാത് സമയത്ത് ഇങ്ങനെ മനസ്സിൽ നിന്ന് വെട്ടിക്കളയുക. ഈശ്വരാർപ്പണമായിട്ടേ അത് നടക്കുള്ളൂ. ഒരു ട്രെയിനിലോ വാഹനത്തിലോ നമ്മൾ പോകുമ്പോൾ നമ്മൾ നിരവധി വരങ്ങൾ കാണും, നിരവധി കാഴ്ചകൾ കാണും, പലതും കാണും. ആ കണ്ടതൊക്കെ യാത്രാവസാനം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ചിലതൊക്കെ പറയാം, എല്ലാതൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ കണ്ടതോടുകൂടി നമ്മൾ മറക്കുന്നു അല്ലേ. ചിലപ്പോൾ ചില കാഴ്ചകൾ നമുക്ക് തങ്ങി നിന്നെന്ന് വരാം. അധികം എന്താണ് ഇവിടുന്ന് എത്തുന്നവരേക്കുള്ള കാഴ്ചകൾ ലിസ്റ്റ് എടുത്താൽ അധികവും നമ്മൾ മറക്കുക ചെയ്യണം. മറക്കാത്ത കാഴ്ചകളോ മറക്കുന്ന കാഴ്ചകളോ അധികം എന്ന് വെച്ചാൽ മറക്കാത്ത കാഴ്ചകളാവും അധികം, മറക്കുന്ന കാഴ്ചകളാവും അധികം. എന്തൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1, 2, 3 സംഗതികളൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കർമ്മത്തിനെ ഇങ്ങനെ ചെയ്യണം. ട്രെയിനിൽ പോകുമ്പോൾ കടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാക്കം തള്ളി പോകുന്നു. അതിനെയൊന്നും പിന്നീട് ഓർക്കുന്നില്ല. അങ്ങനെ ആ കർമ്മവുമായിട്ടുള്ള ബന്ധത്തില്ലാതെ എല്ലാം ചെയ്യും വേണം. അതാണ് യതത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം. ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ ഭക്തിയോഗ സമന്വിതം, ഭക്തിയോഗത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എത്തത് അധീനം ഹി, അതിന് അധീനമായിട്ടാണ് ജ്ഞാനം. അതിനാണ് നമ്മൾ ജ്ഞാനം അല്ലെങ്കിൽ അറിവ്. ഭക്തിയും ജ്ഞാനവും രണ്ടല്ല. ഒരു പരമഭക്തനെ വേറെ ജ്ഞാനം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് ജ്ഞാനം. അതുകൊണ്ട് ഒരു കാര്യം കൂടിയുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാസ്ത്രങ്ങളോ പുസ്തകങ്ങളോ അല്ല, വാക്കുകളിൽ കടന്ന് തിരിയുന്നതല്ല ജ്ഞാനം. പക്ഷെ ആ വാക്കുകളൊക്കെ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ഈ വാക്കിൽ കടന്ന് തിരിയേണ്ടതെന്നാണ്. അറിവുള്ളവർ പറയണത് ഭാഗവതം അടക്കം ഭാഗവതം എന്ന് കിടന്ന ഒരു ഘട്ടത്തിലെത്തി. ആദ്യമൊക്കെ ആവാം, കുഴപ്പമില്ല. അതല്ലല്ലോ ജ്ഞാനം, ഭാഗവതമല്ല ജ്ഞാനം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ഘട്ടത്തിലെത്തുന്ന എല്ലാ ഭാഗവത പ്രിയർക്കും സപ്താഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പ്രഭാഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരുപോലെ ആവും. എത്രയോ ആചാര്യന്മാർ ഒരു ഘട്ടത്തിൽ സപ്താഹം നിർത്തിയിട്ട് അത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടും അല്ലെങ്കിൽ പിന്മാറിയിട്ടും കാണാനുണ്ട്. കാരണം അവർക്ക് അറിഞ്ഞു ഇത് മാത്രമല്ല അറിവ്, സപ്താഹം നടത്തലല്ല ജ്ഞാനം. അവിടെ എത്തിയാൽ നമുക്ക് രക്ഷപ്പെട്ടു.
പിന്നെ ഈ ദുഃഖമോ മത്സരമോ എന്നെ വിളിച്ചില്ല എന്നോ അവരെ വിളിച്ചോ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തെന്നല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ഭാഗവതം കൊണ്ട് കിട്ടേണ്ടത് കിട്ടി എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നർത്ഥം. ഒരു സംശയം അതിന് വേണ്ട. ലോബികൾ ഉണ്ടായിക്കോട്ടെ, ചില ആൾക്കാർക്ക് സ്വാധീനം ഉണ്ടായിക്കോട്ടെ, അവർ കാശുണ്ടാക്കിക്കോട്ടെ, സപ്താഹം നടത്തിക്കോട്ടെ, പേരെടുത്തോട്ടെ, അത്രയല്ലേ അവർക്ക് കിട്ടുള്ളൂ. ഭാഗവതം കൊണ്ട് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയാൽ പിന്നെ അത് കിട്ടിയാൽ നമുക്ക് എന്താ, കിട്ടിയില്ലെങ്കിൽ എന്താ, അതൊക്കെ ഒന്നുണ്ടായിട്ട് എന്തായാലും ഓരോ കാര്യം ഉറപ്പാണ്. ഒരു കാലത്ത് ഇതൊക്കെ നിർത്തേണ്ടി വരും വയ്യാണ്ടായ, ഉറപ്പല്ലേ. ഇവിടുന്ന് പോയാൽ അതൊക്കെ വെച്ച് നടക്കാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും കൂടി മാറണം എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് എത്തണം, അല്ലാണ്ട് അതിൽ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ജ്ഞാനെന്ന് പറഞ്ഞാൽ വാക്കുകളല്ല, പ്രസംഗമല്ല, ഒന്നുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ അതാണ്. ജ്ഞാനം മെത്തത് അധീനം ഹി ഭക്തിയോഗ സമന്വിത. എത്ര വലിയ കാര്യങ്ങളാണ് പറയണത് അറിയോ. ഏതായാലും ബാക്കി കാര്യങ്ങൾ നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.